ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ അവിടെ എത്തിച്ചിട്ടുണ്ടാവണം. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടമൊക്കെ നമ്മൾ കണ്ടു. ചാനലിലും യൂട്യൂബിലൊക്കെ ധാരാളം, അത് പത്രവാർത്തയിൽ കൂടെയൊക്കെ നമ്മൾ വായിച്ചു. ഇനിയിപ്പം ഏകാന്ത തടവിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ചാട്ടം അത് നമ്മളെല്ലാം കണ്ടു. അരമണിക്കൂർ കൊണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ പിടി വീണു. 4 മണിക്ക് ജയിൽ ചാടിയെന്ന് പറയുന്നുണ്ട്, 1:15 ചാടിയെന്നും പറയുന്നുണ്ട്. 1:15 മുതൽ അതിൻ്റെ ശ്രമം തുടങ്ങിയിരിക്കാം. 4 മണിക്ക് ചാടിയിട്ടുണ്ടാവാം. 5 മണിക്ക് ശേഷം അയാൾ പതുക്കെ റോഡിൽ കൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. രാവിലെ 10:45 ആളെ പിടിച്ചു ഒരു കെട്ടിനകത്ത്. ഈ വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ സെൻട്രൽ ജയില്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അദ്ദേഹത്തിനെ നേരെ വിയ്യൂരിലേക്കാണ് പോകുന്നത്. ഇയാൾ ഒരു ഡേഞ്ചറസ് ക്രിമിനലാണ്, സൈക്കോപ്പതാണ്. അയാൾക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അയാൾക്ക് മറ്റുള്ള ആൾക്കാരോട് ഒരു ആൻറ്റി സോഷ്യലായിട്ടുള്ള ഒരു പേഴ്സണലായതുകൊണ്ട് അയാൾക്ക് സഹാനുഭൂതി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അയാൾക്ക് ദയയില്ല ആരോടും. അയാൾക്ക് ആരോടും സ്നേഹമില്ല. കുറ്റം ചെയ്ത പശ്ചാത്താപമില്ല. ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് കൊന്നാലും അതിൽ സന്തോഷിക്കുന്ന ആളാണ്. ദുഃഖമോ പശ്ചാത്തലമോ ഒരിക്കലും ഉണ്ടാവില്ല. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അയാൾ ചാൾസ്, നമുക്കറിയാമല്ലോ, നേരത്തെ ഒരു ഫ്രഞ്ചുകാരനെ പറ്റി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അയാളുടെ കഥകൾ, ദ സർപ്പൻ്റ് എന്ന് പറഞ്ഞ ഒരു കഥ, ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ ഏകദേശം 10, 30, 40 പേരെ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ടെന്നാണ് വാർത്തകൾ അന്നൊക്കെ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ 1976 മുതൽ 1996 വരെ ഏകദേശം 19 വർഷത്തോളം ഇന്ത്യൻ ജയിലിൽ കിടന്നു, തീഹാർ ജയിലിൽ. അതിനുശേഷം അയാൾ അവിടെ നിന്ന് എടുത്തു ചാടി. പിന്നെ അയാളെ നമ്മൾ പിടിക്കുന്നത് 10-11 വർഷത്തിന് ശേഷം നേപ്പാളിൽ നിന്ന് പിടിച്ചു. സീരിയൽ കില്ലർ എന്ന് അയാളെ വിളിക്കും, അല്ലെങ്കിൽ ബിക്കിനി കില്ലർ എന്നാണ് അറിയപ്പെടുന്നത്. ചാൾസ് ശോഭരാജ് എന്ന് നമ്മളെല്ലാവർക്കും അറിയാം. അയാളെ ഫ്രഞ്ചുകാരനാണ്. ഏഷ്യയിൽ പല രാജ്യങ്ങളിൽ പോയി അയാൾ പലരെയും കൊന്നിട്ടുണ്ട്. ഒരു സൈക്കോപ്പതാണ്. അതേ നിലവാരത്തിലുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ഗോവിന്ദചാമി എന്ന് നമ്മൾ വിളിക്കുന്ന തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ചാർലി തോമസ്. പല സ്ഥലത്തും പല പേരാണ് അയാൾ കൊടുക്കുന്നത്. എങ്കിലും കേരളത്തിലെ കേസ് അന്വേഷിച്ച ഒരു സബ് ഇൻസ്പെക്ടറുണ്ട് അഷ്റഫ്. അത് ഗോവിന്ദചാമിയുടെ നാട്ടിൽ പോയി അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു. ആ കേസിനകത്ത് നമുക്ക് അദ്ദേഹം അന്വേഷിച്ച ആ കേസ് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ട്രെയിനിൽ നിന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയെ, ആ കുട്ടിയെ ട്രെയിനിൽ നിന്ന് വലിച്ച് വെളിയിലിട്ട് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്ന ഒരാളാണ്. അതുകൊണ്ട് അയാളെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ അറിയാം. അയാളാണ് ഇപ്പം ചാടിയിരിക്കുന്നത്. എന്തിനാണ് ചാടുന്നത് അയാൾക്കറിയാം. ജീവിതാന്ത്യം വരെ അയാൾ ജയിലിൽ കിടക്കുന്ന ആളാണ്. ആ കേസിനകത്ത് അയാൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, തൂക്കിക്കൊല ആണ് വിധിച്ചത്. അതിനുശേഷം 2011 ഇയാളെ തൂക്കിക്കൊലയ്ക്ക് വിധിച്ചത്. അത് സുപ്രീം കോടതി 2019 കാലഘട്ടത്തിലായപ്പം സുപ്രീം കോടതിയിൽ അത് ജീവപര്യന്തമാക്കി മരണം വരെ ജയിലിൽ കിടക്കാൻ വിധിച്ചു. അങ്ങനെയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നത്. അതീവ സുരക്ഷയുള്ള ഒരു സെല്ല് 10ാം ബ്ലോക്കിലാണ് കിടന്നത്. പക്ഷേ അവിടെ നിന്ന് ചാടി. ആ ചാട്ടത്തിന് കൂടി വന്നാൽ ഒരു പോലീസ് കേസെടുത്തിട്ടുണ്ടാവും. 6 മാസം ഒരു ശിക്ഷ കിട്ടും. ജയിലിലെ മരണം വരെ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നയാൾക്ക് 2 വർഷമോ 3 വർഷമോ അഡീഷണൽ ശിക്ഷയൊന്നും പ്രയോജനമല്ല. അതൊന്നും കണക്കാക്കില്ല. ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയായ ഇയാളെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി, പിടിച്ചതോടുകൂടി ഇയാളെ അവിടെ നിന്ന് മാറ്റി വിയ്യൂരിലേക്ക് വന്നു. വിയ്യൂരിലെ അവസ്ഥ, നമ്മൾ ഏകാന്ത തടവിലേക്ക് ഇയാൾ പോകും. ആ വിയ്യൂര് സെൻട്രൽ ജയിലിൽ ഇയാൾ ഒറ്റയ്ക്കൊരു മുറി കിടക്കേണ്ടി വരും. അവിടെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഇനി മറ്റു തടവുകാരെ ഇയാൾക്ക് കാണാൻ കഴിയില്ല. ഒറ്റയ്ക്കാണ് വാസം.
ആവശ്യമുള്ള ഫുഡ് ആ മുറി തന്നെ ചെല്ലും. ബാത്റൂം അവിടെയുണ്ട്. അവിടെ ഗാർഡ് ഇയാളുടെ മുമ്പിൽ ഗാർഡ് പോസ്റ്റ് ചെയ്യും. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇതേ രീതിയിലുള്ള 10-27 പേര് അവിടെ കിടപ്പുണ്ട്. വിയ്യൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് 9.5 ഏക്കറിനകത്ത് നിൽക്കുന്നതാണ്. 17 ജയിലുകൾ അവിടെയുണ്ട്. ഏകദേശം 44 ബ്ലോക്ക് ഉണ്ട്. 44 ബ്ലോക്ക്. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടെന്നാണ് സാധാരണ ജയിൽ പുള്ളികളൊക്കെ ഒരു 1-ാം കെട്ട്, 2-ാം കെട്ട്, 10-ാം കെട്ട്, ഒരു കെട്ടെന്നാണ് പറയുന്നത്. അങ്ങനെ 44 ബ്ലോക്ക്, 44 കെട്ടുണ്ട് അവിടെ. അതിൽ 17 ജയിലുകൾ ആണ് എന്നാണ് പറയുന്നത്. എങ്കിലും അവിടെ 523 പേരെ അവിടെ പാർപ്പിക്കാം. അതീവ സുരക്ഷിതത്വമുള്ള ജയിലാണ് വിയ്യൂർ. അവിടെ 523 പേരെ വരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പം 700 പേരുകളും അവിടെ ഉണ്ട്. ഈ 700 പേര് 125 പേര് കൊടുംകുറ്റവാളികളാണ്. നമ്മുടെ ഇയാളെപ്പോലെ തന്നെ ഇപ്പം ജയിലിൽ ചാടിയ അതേ ആൾക്കാർ, അവൻ്റെ മനോഗതം അല്ല അവൻ്റെ മനസ്ഥിതി എങ്ങനെയാണോ അതേ രീതിയിലുള്ളവർ തന്നെയാണ് 125ഓളം പേര്. ഏകാന്ത തടവാണ് എല്ലാവർക്കും വിധിച്ചിരിക്കുന്നത്. 125 പേർക്ക്. 6 പേർക്ക് 6 പേരെ പാർപ്പിച്ചിരിക്കുന്നിടത്ത് ഗാർഡ് ഡ്യൂട്ടി ഉണ്ടാവും ഒരാൾ. എല്ലാ സ്ഥലത്തും ഗാർഡ് ഡ്യൂട്ടി ഉണ്ടാവും. പുറം ലോകമായിട്ട് ഈ 125 പേർക്ക് ബന്ധമില്ല. ഒറ്റയ്ക്ക് മുറിയിൽ തന്നെ കാണണം. മറ്റൊരു മനുഷ്യനെ കാണണമെങ്കിൽ ഗാർഡുകാരെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് ഇയാളെ മാറ്റിക്കഴിഞ്ഞു. അത് വിയ്യൂർ സെൻട്രൽ ജയിൽ 9.5 ഏക്കറാണ്. അതിനകത്ത് 730 മീറ്റർ ചുറ്റളവിലാണ് ആ ജയിലിരിക്കുന്നത്. ജയിലിൽ നിന്ന് പുറത്തെ ആ ഫെൻസിങ്, അതുപോലെ തന്നെ പുറത്തെ മതിലിന് ഏകദേശം 50 മീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഈ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 24 മണിക്കൂർ CCTV ക്യാമറ ഉണ്ട്. മൊത്തം ഈ 17 ബ്ലോക്കിൽ കൂടെ 250ഓളം CCTV ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഓരോ തടവുകാരെ നോക്കാനായിട്ട് ഓരോരുത്തരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതീവ തീവ്ര കുറ്റവാളികളെ. ഇവർക്ക് ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ ടെലിമെഡിസിൻ കഴിവുള്ളത്തോളം കൊടുക്കും. ജയിലിൽ നിന്ന് ഏതെങ്കിലും കോടതിയിൽ അവർക്ക് പോകേണ്ടി വന്നാൽ അത് വീഡിയോ കോൺഫറൻസിങ് കൂടെയാണ്. അവരെ കോടതി കൊണ്ടുപോകില്ല. അവർക്ക് പറയാനുള്ളതെല്ലാം എന്തെങ്കിലും മജിസ്ട്രേറ്റിനടുത്ത് പറയുന്നുണ്ടോ ഓൺലൈനിൽ അവർക്ക് സംസാരിക്കാം. പിന്നെ അവിടെ 50 മീറ്റർ അകലത്തിൽ ഉള്ള ആ ഓരോരോ കെട്ടിടങ്ങളും 50 മീറ്റർ അകലത്തിൽ, അതുപോലെ തന്നെ പുറത്തുള്ള മതിൽക്കെട്ടിൽ നിന്ന് 50 മീറ്റർ ഉള്ളിലും മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. പെട്ടെന്ന് ഇവിടുന്ന് ചാടി മതിൽ കയറി പോകാൻ കഴിയില്ല. എല്ലാ സ്ഥലത്തും CCTV ദൃശ്യം ക്യാമറകളുണ്ട്. അഗ്നിശമന ഉപകരണങ്ങൾ ഇവിടെ വളരെ സജീവമാണ്. അവർക്ക് ഈ സ്ഥലത്തു നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാൻ കഴിയില്ല. ഏകാന്ത തടവിൽ തന്നെയാണ് ഇരുന്നത്. അവിടെ രാത്രി കാഴ്ചയിലുള്ള ബൈനോക്കുലേഴ്സ് ഉണ്ട്. അതുപോലെ 4 വാച്ച് ടവറുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൻ്റെ നടുക്കാണ് ഒരു വാച്ച് ടവർ നമ്മൾ കണ്ടിരിക്കുന്നത്. സിനിമയിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അതുകൂടാതെ 4 കോർണറിൽ 4 വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സെക്യൂരിറ്റിയിലാണ് ഇവരെല്ലാവരും അവിടെ കഴിയുന്നത്. വിയ്യൂർ ജയിലിൻ്റെ പ്രത്യേകത ഇവിടാണ്. ഡേഞ്ചറസ് ക്രിമിനൽസ് മിക്കവാറും എല്ലാവരെയും സൈക്കോപ്പതിക്കായിട്ടുള്ള ഇതുപോലെയുള്ള സമൂഹത്തിനെ ഒരു തരത്തിൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത, ഇവർക്കും സമൂഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത വ്യക്തികളെയാണ് ഇതുപോലെയുള്ള ഡേഞ്ചറസ് ആയ ക്രിമിനലിനെ, സൈക്കോപ്പതായ ക്രിമിനലിനെയൊക്കെ 125 പേരോളം ഇപ്പോൾ തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിലുണ്ട്. ഒരു തരത്തിൽ അവർക്ക് സമൂഹമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. അവർക്ക് ഇഷ്ടംപോലെ മദ്യം കഴിക്കണം, അവർക്ക് ഡ്രഗ്സ് കഴിക്കണം, രാസലഹരിയിലുണ്ടാവും. അത് കഴിഞ്ഞാൽ അവർ സെക്സിലേക്ക് മാറും. ഇതാണ് അവരുടെ. അതിനകത്തുനിന്ന് ഒരു ദുഃഖമോ പ്രയാസമോ ഒന്നുമില്ല. ഒരാളെ കൊന്നാലോ ഒന്നും ഒരു ദുഃഖം പ്രയാസങ്ങളും പശ്ചാത്താപം ഇല്ലാത്തവരാണ്. അതുകൊണ്ടാണ് സൈക്കോപ്പതാണ് ഇവരെല്ലാവരും എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ളവരെ തന്നെ തെരഞ്ഞു പിടിച്ചിട്ടാണ് വിയ്യൂർ സെൻട്രലിലേക്ക് അയക്കുന്നത്. ആ കൂട്ടത്തിലേക്ക് ഇപ്പം ഇയാളും പോയിരിക്കുന്നു, ഗോവിന്ദചാമിയും അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും ചാടാൻ എന്തെങ്കിലും വിധത്തിൽ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അവർ പരിധി നോക്കും. അവരുടെ ലൈഫ് മുഴുവൻ സിസ്റ്റർ ലൈഫിന് ജയിലിൽ തന്നെയാണ് മരണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ചാടുന്നത് ഏതെങ്കിലും വിധത്തിൽ ചാടാൻ പറ്റുമോ, വേറൊരാളെ കൊന്നിട്ടാണെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റും, ഇതൊക്കെ അവർ ആലോചിക്കുന്ന കാര്യങ്ങളാണ് ദൈനംദിനം. കാരണം ഏകാന്ത തടവിലേക്ക് ആയിക്കഴിഞ്ഞു. ഇനി ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. അവരുടെ രാസലഹരിയിലുള്ള അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ടുള്ള
അല്ലെങ്കിൽ സെക്ഷുവലായിട്ടുള്ള ലതിക്രിയയിലേക്കൊന്നും അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഗോവിന്ദസ്വാമി ചാടിയപ്പോൾ ഞാൻ ഭയപ്പെട്ടത് ആ പെൺകുട്ടിയുടെ അമ്മ അവർ ഡേഞ്ചറസിലാണ്. അതുപോലെ തന്നെ ആ കേസ് അന്വേഷിച്ച് അഷ്റഫ് അയാളും ഡേഞ്ചറസ് സോണിൽ തന്നെയാണെന്ന് ഞാൻ കരുതുകയും അത് ഞാൻ പറഞ്ഞില്ല, കാരണം അവർ ഭയപ്പെടും. അല്ലെങ്കിൽ തന്നെ അവർ ഭയത്തിലാണ് ഇയാൾ ചാടിയെന്ന് അറിഞ്ഞപ്പം. അത് തന്നെയല്ല, സമീപത്ത് കാണുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇയാൾ സെക്സ് ചെയ്യും. അത് യാതൊരു സംശയമില്ല. അതിന് അവരെ കൊല്ലുന്നതിനും മടിയില്ല. കാരണം അങ്ങനെയുള്ള ഒരു മനസ്സ് ഉള്ള ഒരു ഭ്രാന്തനായി പോയി അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ക്രിമിനൽസിനെ നമ്മൾ സംരക്ഷിക്കുമെങ്കിലും ഇവർക്കൊക്കെ കൃത്യമായിട്ട് തൂക്കുകയറ് കൊടുക്കണമായിരുന്നു എന്നാണ് ഇപ്പം നമുക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ ചിന്താഗതിയും നമുക്ക് മറ്റൊരാളെ കൊല്ലാൻ മറ്റ് ഗൾഫ് നാടുകളെ പോലെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ വാളിനെ കഴുത്തുകൊണ്ട് വെട്ടുകയോ അല്ലെങ്കിൽ കെട്ടിത്തൂക്കുകയോ ഒന്നും നമ്മൾ ഇന്ത്യയിൽ അതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്ന ഒരു ജനതയാണ്. അത് മാറി സഞ്ചരിക്കുന്ന ചിന്താ ലോകത്താണ് ഇവിടുത്തെ ബുദ്ധിജീവികളെല്ലാവരും. ഒരാളെ കൊല്ലാൻ നമുക്ക് അവകാശമില്ല. പക്ഷെ അയാൾ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലുള്ള ഡേഞ്ചറസ് ആയ ക്രിമിനലിലെ 125 പേരെ വ്യൂ തന്നെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ ഒക്കും? ഇവരെ സമൂഹത്തിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒക്കില്ല. അവർ സമൂഹമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യത്തുമില്ല. അങ്ങനെയുള്ളവരെയൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ ജീവിച്ച് വാഗബോണ്ടായിട്ട് വന്നവരെയൊക്കെ തൂക്കിക്കൊല്ലാതെ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം സമൂഹത്തിന് എന്നും ഇവർ ഡേഞ്ചറസ് ആണ്. അമേരിക്കയിലെ സെല്ലുകളിലൊക്കെ ഇതുപോലെയുള്ള ധാരാളം ആൾക്കാർ അവിടെ ഉണ്ട്. മനോരോഗികളുണ്ട്, ഇതുപോലെ ചിത്തഭ്രമ കാണിക്കുന്നവരുണ്ട്, ഡേഞ്ചറസ് ആയ ക്രിമിനലുണ്ട്, സൈക്കോപ്പത്ത് ധാരാളം പേരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഒരു ചിപ്പ് അത് ഘടിപ്പിക്കും. ഇയാളുടെ മൂവ്മെൻറ്റ്, നടപ്പ് ഏത് വേണേലും അത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ആളെ. അതുകൊണ്ട് ഇവിടെയും ചിപ്പ് ഘടിപ്പിക്കുന്നതിനെ പറ്റി അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമുക്ക് സാധിക്കുമോ, ഫണ്ടമെൻ്റൽ റൈറ്റിന് എതിരാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടുന്നതിന് മുമ്പ് അവിടുന്ന് റിപ്പ ജയാനന്ദൻ ജയിലിൽ ചാടിപ്പോയി. അയാളെ നമ്മൾ പിടിച്ചു. അതിനുശേഷം ശിവജി, ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്ത് മിനിസ്റ്റർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്ത് അവിടെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചാടിയ ശിവജിയെ ഏകദേശം 2-3 മാസത്തിനകം പിടിക്കുകയും ചെയ്തു. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കോയമ്പത്തൂരിൽ നിന്നാണ് അയാളെ കണ്ടെത്തി പിടിച്ചത്. ഇയാൾ ഏതായാലും ജയിലിൽ ചാടിയ ശേഷം ഗോവിന്ദസ്വാമി അയാൾക്ക് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴി നിശ്ചയമില്ലാതെ വന്നു പോയതാണ് പറ്റിപ്പോയത്. പിന്നെ അയാളെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അയാൾ അവിടുത്തെ പത്രക്കാരെയും മറ്റൊരു വളരെ ചില ചേഷ്ടകളൊക്കെ കാണിച്ചു. അത് ലൈംഗികമായ ചില ആംഗ്യങ്ങളും ഒക്കെ അയാൾ കാണിച്ചെന്നാണ് പറയുന്നത്. അയാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അയാൾ ആ രീതി കാണിക്കുന്നു. അയാൾ അങ്ങനെ പ്രതികരിക്കാൻ അയാൾക്ക് അറിയുള്ളൂ എന്നാണ് അത് മനസ്സിലാക്കുന്നത്. എങ്കിലും അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു ഡേഞ്ചറസ് ക്രിമിനൽ ആയതുകൊണ്ട് ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെന്ന് ഇയാൾ രക്ഷപ്പെട്ടു വന്നുകൊണ്ട് ഇനി ആ രീതിയിലേക്ക് ഒരു തൂക്കിക്കൊലയിലോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. സുപ്രീം കോടതി അത് തീരുമാനിച്ചു കഴിഞ്ഞു. അത് റിവ്യൂ ചെയ്യണോ ഇല്ലയോ എന്ന് ഇനി ആലോചിക്കാം. സുപ്രീം കോടതിയിലോട്ട് വീണ്ടും പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള അഡ്വക്കേറ്റന്മാരും അല്ലെങ്കിൽ നിയമവിദഗ്ധന്മാരും ആലോചിക്കണം. കാരണം സുപ്രീം കോടതിയാണ് അത് ഒഴിവാക്കിയ ആളിപ്പം ജയിലിൽ ചാടി. അതിനുശേഷം അയാളെ സംബന്ധിക്കുന്നിടത്തോളം ചാൾസ് ശോഭരാജൻ്റെ അതേ ഗതിയിൽ തന്നെയാണ് ഇയാൾ നിൽക്കുന്നത്. ശോഭരാജന് ഇപ്പോൾ 81 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. അയാളിപ്പം ഫ്രാൻസിലുണ്ട്, ഫ്രാൻസുകാരനാണ്, ഇന്ത്യയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത ആളാണ്. എങ്കിലും ഇപ്പോഴത്തെ ഇയാളുടെ അവസ്ഥ നമ്മൾ പരിഗണിക്കുമ്പോൾ അത് ഒന്നുകൂടെ റീഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് വിദഗ്ധരെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം സുപ്രീം കോടതിയാണ് ഇയാളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്. അത് 302 എന്ന IPC പ്രകാരമുള്ള കുറ്റം അത് ഇയാളെ പോലെയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ? ഒരു കൈയില്ല. അയാൾ സെക്സ് ചെയ്യാനായിട്ട് പോയതാണ്, അപ്പോൾ മരണം സംഭവിച്ചതാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. കൊല്ലാനുള്ള ഉദ്ദേശം, ഇൻറ്റൻഷൻ ഇയാൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ള പറ്റിയാണ് സുപ്രീം കോടതി ഒരു തർക്കം അതിനകത്ത് ഉന്നയിച്ചിട്ടാണ് അയാളെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒഴിവാക്കിയത്. എങ്കിലും അതേ കോടതി തന്നെ ഇനിയും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ ഇയാൾ ഇനിയും ചാടിയാൽ പലർക്കും അപകടം ഉണ്ടാകും. ഇയാൾ അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല. അയാൾ ഒരു റിഫോം ചെയ്യുന്നതിന് ഒരു മാറ്റവും അയാളിൽ കാണുന്നില്ല. വീണ്ടും പത്രക്കാരെ കാണിച്ചു തന്നെ നല്ലൊരു സിംറ്റമാണ്. അയാൾ സമൂഹത്തിനോട് പൊരുത്തപ്പെടാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അയാളെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വീണ്ടും പരിഗണിക്കണോ ഇല്ലയോ എന്ന് ഇനി നിയമവിദഗ്ധന്മാർ അതേപ്പറ്റി ആലോചിക്കട്ടെ. കാരണം അതുപോലെയുള്ളവരെ നമുക്ക് സമൂഹത്തിൽ ആവശ്യമില്ല, നന്നാക്കി എടുക്കാനും കഴിയില്ല. അതുപോലെ ഒരു സൈക്കിക് കേസായിപ്പോയി ഇയാളെപ്പോലെയുള്ള ആൾക്കാർ. എന്തായാലും ഈ മാറ്റത്തോടു കൂടി കുറച്ചുകൂടെ പോലീസ് ഉദ്യോഗസ്ഥർ ജാഗരൂകരായിരിക്കണം.
അത് തന്നെയല്ല, ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെയുള്ളവരൊന്നും ഇവരുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇവർ ചാടിപ്പോയിരിക്കുന്നതിലുള്ള അല്ല. മിക്കവാറും ഗോവിന്ദസ്വാമി തന്നെ ഇപ്പം പറഞ്ഞു, അവിടെ ഇയാളുടെ മുമ്പിൽ ഡ്യൂട്ടിക്ക് ഇരിക്കുന്നവരെല്ലാം 24 മണിക്കൂർ മൊബൈൽ ഫോണിലാണ്. ഡ്യൂട്ടി സമയത്ത് അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് ആരെങ്കിലും മൊബൈൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനോ പിടിക്കാനോ അങ്ങനെ ഒരു കോമൺ നമ്പർ വെച്ചിട്ട് ഈ ഡ്യൂട്ടി സമയത്ത് ആരും മൊബൈൽ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ. ട്രാഫിക്കിലൊക്കെ അത് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അറ്റൻഷൻ മാറിപ്പോവും, നമ്മൾ വേറെ ശ്രദ്ധയിലായി പോവും, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ മറന്നുപോകും. ഇവിടെ അത് തന്നെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഗോവിന്ദസ്വാമി മൊഴി കൊടുത്തതായിട്ടും വരുന്നുണ്ട്. എന്തായാലും വളരെ ഇതുപോലുള്ള ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നത് പോലീസും ജയിൽ ഡിപ്പാർട്ട്മെൻറ്റും സമൂഹത്തിന് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ അവരുടെ നീക്കവും ചിന്തയൊക്കെ ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്.